എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. കാരണം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ചസും വലിയൊരു വിടുതലും ദൈവം ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിലൂടെ തരുവാനായിട്ടിടയാകും. ഇന്ന് ഈ ഒരു സന്ദേശം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് തന്നെ സംസാരിക്കുവാനിടയായി. എൻ്റെ ജീവിതത്തിലും ചില വാഗ്ദത്തങ്ങൾ ദൈവം തരുവാനായിട്ടിടയായി, ചിലതൊക്കെ ദൈവം എന്നെ പഠിപ്പിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഇന്ന് അത് അനേകർക്ക് ഇന്നൊരു വിടുതലായിട്ട് ദൈവം മാറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിടുതലില്ല എന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്ന പല മേഖലകളുമുണ്ടല്ലോ, അത് എന്തുകൊണ്ട് നമ്മൾക്ക് വിടുതൽ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നിടത്ത് ആ ഒരു വിടുതലിന് തടസ്സമായിരിക്കുന്ന കാര്യം എന്താണെന്ന് ദൈവം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നും അതിലൂടെ വലിയൊരു വിടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ദൈവം ഇന്നത്തെ സന്ദേശത്തിലൂടെ വഴി തുറക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത്, നമ്മൾക്കറിയാം നമ്മൾ ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ടല്ലേ. അപ്പോൾ നോ ദ ബൈബിൾ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്, അതായത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾക്ക് സംസാരിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടിരിക്കുകയാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയതെന്നും ഔദ്യോഗികമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് മോശയാണ് എഴുതിയതെന്ന് ഒരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു ഇത് ജോബ് തന്നെ എഴുതിയതാണെന്ന് പറയുന്നു, മറ്റൊരു കൂട്ടർ പറയുന്നു ഇത് ശലോമോൻ രാജാവ് എഴുതിയതാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പലരും പലത് പറയുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇത് ആരാണ് എഴുതിയതെന്ന് പറയാത്തത് കൊണ്ട് ഇതിൻ്റെ ഓതർ ആരാണെന്നുള്ളത് അൺനോൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഇതിനകത്ത് 42 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ ഈ ജോബിൻ്റെ പുസ്തകത്തിനകത്തോട്ട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ, ഞാനും ഒരുപാട് പ്രാവശ്യം ഇത് പലരും സംസാരിച്ചു കേട്ടപ്പോഴും ഒത്തിരി പേര് സംസാരിച്ചിരിക്കുന്നത് എന്താണ്, ഇയ്യോബ് ഭയങ്കര നീതിമാനാണ്, ഇയ്യോബ് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ ദൈവം ഒന്ന് പരീക്ഷിച്ചതാണ് എന്നുള്ള വിധത്തിലാണ് നമ്മൾ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ഇതിനു മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റ്, നമ്മൾ അബ്രാഹമിലൂടെ ഇസ്രായേലിൻ്റെ രൂപീകരണം എന്നുള്ള ഒരു എപ്പിസോഡിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒത്തിരി നാളത്തെ എൻ്റെ ഒരു അന്വേഷണത്തിനൊടുവിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഇയ്യോബിനെ കുറിച്ച്. എന്തുകൊണ്ട് ദൈവം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷയിലൂടെ ജോബിനെ കടത്തിവിടുവാനായിട്ട് ഇടയായി എന്നും ദൈവം എന്നോട് സംസാരിച്ചത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് ഒന്നും കൂടെ നമ്മൾക്ക് ഇതിനകത്ത് റിപ്പീറ്റഡ് അടിച്ചു പോകാം. ഓക്കെ, അപ്പോൾ അതിനു മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹോവയാം ദൈവത്തിൻ്റെ അടുത്തോട്ട് ആരാ ചെന്നത്? സാത്താൻ ചെന്നു അല്ലേ. സാത്താൻ ചെന്നിട്ട് ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ ആരും ചെന്നു? സാത്താനും ചെന്നു. എന്നിട്ട് സാത്താൻ ചെന്നപ്പോഴേ ദൈവം സാത്താനോട് എന്താ ചോദിച്ചത്? നീ എൻ്റെ ദാസനായ ജോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ നീ അവനെ നോട്ടമിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം എന്തുകൊണ്ടാ ഈ സാത്താനോട് നീ അവനെ നോട്ടം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവാനുള്ള കാരണം എന്താ? പിശാച് നോട്ടം ഇടുന്നതിന് കാരണമായ ചിലതൊക്കെ ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത് നീ അവൻ്റെ മേൽ ദൃഷ്ടി വച്ചോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ സാത്താൻ പറഞ്ഞത് നമ്മൾക്കറിയാം അല്ലേ, നീ അവനെ ചുറ്റും വേലി കെട്ടിയിരിക്കുമല്ലേ, പിന്നെ എങ്ങനെ അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവം അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. ദൈവം പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായ ഒരു വ്യക്തി വേറെ ഏതാ ഉള്ളതെന്ന് സാത്താനോട് പറയുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയ്യോബിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം അങ്ങ് പറഞ്ഞിരിക്കുക, ജോബിനെ കുറിച്ചൊരു സാക്ഷ്യം അങ്ങ് പറഞ്ഞിരിക്കുക. അപ്പോഴാണ് ഈ സാത്താൻ പറഞ്ഞത് എന്താണ്, നീ അവനെ ചുറ്റും അങ്ങ് വേലി കെട്ടിയിരിക്കുമല്ലേ, അതുകൊണ്ട് എനിക്ക് തൊടാനായിട്ട് പറ്റുന്നില്ല, എന്നാൽ എനിക്ക് തൊടേണ്ട ചിലതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദൃഷ്ടി വെച്ചതെന്ന് സാത്താന് പറയാതെ അങ്ങ് പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത് നീ ദൃഷ്ടി വെച്ചുവോ? ഒരു നീതിമാനായ ഒരു മനുഷ്യൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ ആർക്ക് കഴിയത്തില്ല? സാത്താന് കഴിയത്തില്ല. എന്നാൽ ജോബിൻ്റെ മേൽ ദൃഷ്ടി വെക്കത്തക്കവണ്ണം ചിലത് ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതറിയുന്ന ദൈവമാണ് ചോദിച്ചത്, നീ ജോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ സാത്താൻ പറഞ്ഞു, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ, എനിക്ക് ദൃഷ്ടി വെച്ച് ചെയ്യേണ്ടതൊക്കെ അവൻ്റെ കയ്യിലുണ്ട്, നീ വേലി കെട്ടിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ദൈവം പറഞ്ഞിരിക്കുക, അവൻ എന്തു വന്നാലും എന്നോടുള്ള ഭക്തി അവൻ എന്ത് ചെയ്യത്തില്ല, അതവൻ മുറുകെ പിടിക്കും, അതെനിക്ക് അവനിലുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നീ അവൻ്റെ ജീവനെ മാത്രം തുടരുത്, ബാക്കിയുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. 2 പ്രാവശ്യമായിട്ടാണ് അനുവാദം കൊടുക്കുന്നത്. എന്നിട്ട് ഈ സാത്താൻ എന്താ ചെയ്തത്? സാത്താൻ ആദ്യം തൊട്ടതാരെയാ? ജോബിൻ്റെ പിള്ളേരെയാണ് തൊട്ടതല്ലേ.
പിള്ളേരെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ പിള്ളേർ എന്തായിരുന്നു പരിപാടി? ഈ പിള്ളേർ ആങ്ങളെയും പെങ്ങളും ഒക്കെ കൂടെ എന്താണ് അവിടെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരാളുടെ വീട്ടിൽ നിന്ന് മാറി അടുത്തയാളുടെ വീട്ടിൽ ഇങ്ങനെ എന്ത് വെച്ചുകൊണ്ടിരിക്കുക? പാർട്ടി വെച്ചുകൊണ്ടിരിക്കുക. ഈ പാർട്ടി വെക്കുമ്പോൾ അവിടെ എന്തുണ്ട്? വീഞ്ഞും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അന്നത്തെ കാലത്ത് വീഞ്ഞൊക്കെ അവർ യഹൂദന്മാരും അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. വീഞ്ഞും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെയുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മദ്യസൽക്കാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതെല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്? ഓരോ അറ്റത്ത് നിന്ന് സാത്താൻ എന്താ ചെയ്തത്? അവരുടെ സമ്പത്തിനെ ഒക്കെ അങ്ങ് കവരുവാനായിട്ട് തുടങ്ങിയല്ലേ? സമ്പത്തിനെ അങ്ങ് കവർന്നു. സമ്പത്ത് അല്ലെ, ആടുമാടുകളെയൊക്കെ അങ്ങ് പിടിച്ചു. അപ്പോൾ അതിൻ്റെ സമ്പത്തിനെ കവർന്നു. പിന്നെ സമാധാനം നഷ്ടപ്പെടുത്തി. അല്ലെ, കലഹമുണ്ടായി. അവിടെ സമാധാനം നഷ്ടപ്പെടുത്തി. അതിനുശേഷം എന്താണ്? അവരുടെ മക്കളുടെ ജീവനെ തന്നെ എടുക്കുവാനായിട്ട് ഇടയായി അല്ലേ? അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് സാത്താൻ അടുത്ത കാര്യത്തിന് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ഇനി അവനെ തന്നെ ഒന്നങ്ങ് തൊടാൻ പറഞ്ഞു. അപ്പോൾ ദൈവം അതിന് അനുവാദം കൊടുത്തപ്പോൾ സാത്താനോട് പറഞ്ഞു, അവൻ്റെ ജീവനെ നീ തൊടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് സാത്താൻ എന്താ ചെയ്തത്? നമ്മുടെ ഇയ്യോബിൻ്റെ അല്ലെ ത്വക്ക് രോഗങ്ങളൊക്കെ പുള്ളിക്കങ്ങ് അസുഖങ്ങളൊക്കെ അങ്ങ് വന്നു എന്ന് വെച്ചാൽ ത്വക്ക് രോഗങ്ങൾ ഇതൊക്കെ വന്നു. ഇതെല്ലാം അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഭാര്യയുണ്ടല്ലോ എന്ന് വെച്ചാൽ ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ഒരുപാട് സ്വത്തുക്കളും എല്ലാം കൊടുത്ത് ദൈവം ഇയ്യോബിനെ അങ്ങ് അനുഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് ആര് കൂട്ടത്തിലുണ്ടായിരുന്നു? ഭാര്യ നല്ല സുന്ദരമായിട്ട് കൂട്ടത്തിൽ നിന്നും. എന്നാൽ ഇയ്യോബിന് നഷ്ടങ്ങൾ തുടങ്ങിയപ്പോൾ അതിൽ കൂടാതെ ഇയ്യോബിൻ്റെ ശരീരത്തിൽ വരെ വ്രണങ്ങളും ഒക്കെ അങ്ങ് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് തന്നെ ആരോട് അറപ്പായി? ഭർത്താവിനോട് അറപ്പായി അല്ലേ? കൂടെ നിൽക്കേണ്ടവൾക്ക് അറപ്പായി. അങ്ങ് അറപ്പായി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നീ നിൻ്റെ ദൈവത്തെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് മതിയായി എന്ന് വെച്ചാൽ അനുഗ്രഹം ദൈവം കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തെ ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പറയും, ഈ അനുഗ്രഹം അങ്ങ് നഷ്ടമായപ്പോൾ പറയുകയാണ്, നീ നിൻ്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി അങ്ങ് ചത്ത് കളയാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവകൃപയില്ലാത്തവരൊക്കെ പറയുന്നവർ അങ്ങ് പോയി ചാകുമെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യമാണ് അവിടെ ഭാര്യ പറഞ്ഞത്. അവിടെയും പുള്ളി തകർന്നൊന്നും പോയില്ല, പുള്ളി ദൈവത്തെ തള്ളി പറഞ്ഞൊന്നുമില്ല അല്ലേ? പിന്നെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണ്? ഇയ്യോബിൻ്റെ കൂട്ടുകാർ വന്നു അല്ലേ? കൂട്ടുകാർ വന്ന് ഇയ്യോബിൻ്റെ അവസ്ഥ കണ്ടിട്ട് അങ്ങ് പരിതപിക്കുന്നവരുമുണ്ട്. പിന്നെ അതുകൂടാതെ എന്താണ്? ഇയ്യോബിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുക. അതുവരെ ഇയ്യോബിൻ്റെ കൂട്ടത്തിൽ കൂടി നിന്നവരൊക്കെ ഇയ്യോബിൻ്റെ മുഖത്ത് നോക്കി ഇയ്യോബിലുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയുവാനായിട്ട് തുടങ്ങി. ഇയ്യോബിൽ ചില കുറവുകളുണ്ട് എന്നുള്ളതൊക്കെ അങ്ങ് പറയുവാനായിട്ട് തുടങ്ങി അല്ലേ? അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇയ്യോബിനെ തന്നെ നീതിമാനാണെന്ന് അങ്ങ് ധരിച്ചു എന്ന് വെച്ചാൽ ഇയ്യോബ് ദൈവത്തെ പോലെ തന്നെ അല്ലെങ്കിൽ ദൈവത്തിനെ കഴിഞ്ഞ് ഞാൻ നീതിമാനാണ് എന്നാണ് ആര് ധരിച്ചിരിക്കുന്നത്? ഇയ്യോബ് ധരിച്ചിരിക്കുന്ന വചനമുണ്ട്. നിങ്ങളത് വായിച്ചു പോകണം. ആദ്യം തൊട്ട് ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോഴേ ഞാനിങ്ങനെ കമ്പിവാക്യം പോലെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇയ്യോബിൻ്റെ ഒന്നാമത്തെ കുറ്റം ഇയ്യോബിൽ കണ്ടതെന്താ? ഇയ്യോബ് തന്നെത്താൻ അങ്ങ് നീതിമാനാണെന്ന് പുള്ളി അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി അതുകൂടാതെ എന്താണ്? അതുകൂടാതെ ഇയ്യോബിലുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇയ്യോബിന് നല്ല പണവും നല്ല സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ആ നാട്ടിൽ ഭയങ്കര വിലയാണ്. എല്ലാവരും ഇയ്യോബിനെ കാണുമ്പോൾ, ഇയ്യോബിനെ കഴിഞ്ഞ് പ്രായമുള്ളവർ വരെ ഇയ്യോബിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇയ്യോബിനെ അങ്ങ് ബഹുമാനിക്കും. അങ്ങനെ എല്ലാ വിധത്തിലും പുള്ളി നല്ല ഭയങ്കര നമ്പർ 1 ആയിട്ട് അവിടെ ഇങ്ങനെ അങ്ങ് വ്യാപരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആര്? ഇയ്യോബ്. അപ്പോൾ ഇയ്യോബ് വിചാരിച്ചു, ഞാൻ ഭയങ്കര നീതിമാനാണെന്നങ്ങ് ഇയ്യോബ് അങ്ങ് വിചാരിച്ചു അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെയാണ്. നമ്മൾ പണക്കാരെ കാണുമ്പോൾ നമ്മൾക്കൊരു അല്ലേ, അത് ഏത് ബന്ധുക്കസ്തുകാരനാണെങ്കിലും ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പണക്കാരെ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇളക്കം അല്ലേ? നമ്മൾക്ക് അവരോടൊരു ഇത്തിരി ബഹുമാനം അങ്ങ് കൂടുതലാണ്. പണ്ടത്തെ കാലത്തെ തൊട്ടുള്ളത്, അത് മാറാനും പോകുന്നില്ല അല്ലേ? അപ്പോൾ അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഇയ്യോബ് നല്ല മനുഷ്യനായിരുന്നു. പിന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അല്ലേ? പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി സംസാരിക്കുമായിരുന്നു, വിധവകൾക്ക് വേണ്ടി അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇയ്യോബ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇയ്യോബ് അവിടെ നമ്പർ 1 ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ദൈവത്തിനെ കഴിഞ്ഞും നീതിമാനാണെന്ന് ആര് ധരിച്ചിരുന്നു? ഇയ്യോബ് ധരിച്ചിരുന്നു. ഇനി രണ്ടാമത്തത് എന്താണ്? പുള്ളി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 2. ഇനി മൂന്നാമത്തത് എന്താണ്? അതിൻ്റെ 29, 30 ഓക്കെ, 29, 30 അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ ഇയ്യോബിൻ്റെ ഇയ്യോബിൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം പുറത്തോട്ട് വരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ 30-ാമത്തെ അധ്യായത്തിനകത്ത് ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഇപ്പോൾ ഉപദേശിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ കാണുമ്പോൾ ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവന്മാരുടെ അപ്പന്മാരെ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ള നായ്ക്കളോട് കൂടെ ഇരുത്തുവാൻ പോലും
ഞാൻ വിസമ്മതിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ നായ്ക്കളുടെ വില പോലും അവൻ്റെ ഒന്നും അപ്പന് ഞാൻ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ഈ വചനത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. അത്രയും ഞാൻ കൊടുക്കത്തില്ലായിരുന്നു എന്ന്, അത്രയും വിലയില്ലാത്തവരാന്ന് ഇയ്യോബ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇയ്യോബിൻ്റെ അഹങ്കാരത്തെ അവിടെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുവന്ന് എന്താണ്, ഭയങ്കര നീതിമാനാണെന്ന് പുള്ളി അങ്ങ് ധരിച്ചിരുന്നു. രണ്ടാമത്തത് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ധരിച്ചിരുന്നു. മൂന്നാമത്തത് എന്താണ്, ചെറിയവര് വലിയവരെന്നുള്ളൊരു കാഴ്ചപ്പാട് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇനി നാലാമത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതെന്താണെന്നറിയാമോ? ഈ മക്കൾ ഈ പാർട്ടി നടത്തുമ്പോൾ പുള്ളിക്കറിയാം അവർ പാപം ചെയ്യും എന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് പുള്ളി എന്താ ചെയ്തിരിക്കുന്നത്, പുള്ളി ഇയ്യോബ് എന്താ ചെയ്തത്, അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമൊക്കെ പുള്ളി നടത്തുമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും മക്കളെ നിങ്ങൾ ഈ പാർട്ടി നടത്തണ്ട, അല്ലെങ്കിൽ ഈ ഒരു വീഞ്ഞ് സൽക്കാരം നിങ്ങളുടെ ഇടയിൽ വേണ്ട എന്ന് പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിലോട്ട്, നമ്മൾ അന്നത്തെ വീഞ്ഞിൻ്റെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഓരോ പ്രത്യേകിച്ച് ഈ കത്തോലിക്കരുടെയൊക്കെ പരിപാടികൾ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്മസ്, ഈസ്റ്റർ, വിവാഹങ്ങൾ, ഇപ്പം ഞാൻ പോയി വിവാഹങ്ങൾ ഏതെടുത്താലും എന്താണ്, മദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. മദ്യം വിളപ്പലാണ്. എന്നിട്ട് ഈ മദ്യം വിളമ്പി കഴിയുമ്പോൾ എന്താണ്, അവിടെ എന്തെങ്കിലുമൊക്കെ കശപിശകൾ അവിടെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇത് മദ്യം എന്ന് പറയുന്നതാണ്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്, മദ്യപാന സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വീഞ്ഞ്, ഓക്കെ, അപ്പോൾ ഈ വീഞ്ഞ് സൽക്കാരങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവർ ചെറിയതൊന്നും ആയിരിക്കുകയല്ല കുടിക്കുന്നത്, കുറച്ച് നല്ലപോലെ അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമായിരിക്കും. എനിവേ അതുകൊണ്ടാണല്ലോ ഇയ്യോബ് വിചാരിച്ചത് ഇവരുടെ ഇടയിൽ പാപം വന്നിട്ടുണ്ടാകുമെന്ന് ഇയ്യോബ് വിചാരിച്ചത്. കാരണം സാധാരണ ഒരു വീഞ്ഞല്ല, മദ്യം എന്ന് തന്നെ നമ്മൾക്കതിനെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇയ്യോബ് ഒരിക്കലും അവരെ എന്ത് ചെയ്തില്ല, അവരോട് നോ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് മക്കളെ എന്ത് ചെയ്തില്ല, ഉപദേശിച്ചില്ല എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത്, ജോബിൻ്റെ പുസ്തകത്തിനകത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ജോബിനെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആരാ? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ദൈവം കൊടുക്കുന്ന സമ്പത്ത് അത് ദൈവത്തിൻ്റെ വലിയൊരു ഡിസിപ്ലിനാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ദൈവം തരുന്ന സമ്പത്ത് അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ബോധിപ്പിച്ചേ മതിയാകും. അവിടെ എന്തുണ്ടാകരുത്, അവിടെ ദുർച്ചലവുണ്ടാകരുത്, അവിടെ എന്താണ്, കള്ളക്കളികൾ ഉണ്ടാകാനും കള്ളക്കണക്കുകൾ ഉണ്ടാകുവാൻ പാടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ കറക്റ്റായിട്ട് അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കണം. നമ്മൾ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, എന്താ കണക്ക് കറക്റ്റായിരിക്കണം. ഇവിടെ ഒരു 5 പൈസയുടെ കണക്ക് പോലും എന്തായിരിക്കണം, കറക്റ്റായിരിക്കണം. അത് തെറ്റാൻ പാടില്ല. അതാണ് അക്കൗണ്ട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം. ഞാനും ആ മേഖലയിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്കറിയാം അത് ഒരു 5 പൈസയുടെ 50 പൈസയുടെ പോലും കുറവ് കാണുവാനായിട്ട് പാടില്ല. അക്യുറേറ്റ് ആയിരിക്കണം കണക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മളുടെ കമ്പനികളിൽ അത്രയും നിയമമാണെങ്കിൽ സർവശക്തനായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തരുന്ന സമ്പത്തിന് എന്തുണ്ടാകണം, കണക്കുണ്ടാകണം. അതുകൊണ്ടാണ് ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ, പാസ്റ്റർമാർക്കെതിരെ പലരും ഇന്ന് സംസാരിക്കുവാനുള്ള കാരണം ദൈവം തരുന്ന സമ്പത്ത് ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല, ആർഭാട ജീവിതം നയിക്കുവാനുള്ളതല്ല. അത് വലിയ മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കെതിരെ ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ സംസാരിക്കുവാനുള്ള കാരണം എന്നും കൂടെ ഒന്ന് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണ്, ഇയ്യോബ് മക്കളെ എന്ത് ചെയ്തില്ല, മക്കളെ അവരെ ഒന്ന് ശാസിക്കുവാനായിട്ട് പുള്ളി തയ്യാറായില്ല. അതുകൊണ്ടാണ് ആദ്യം ആരെയെ തൊട്ടത്, മക്കളെ തൊട്ടു അല്ലേ, സമ്പത്തിനെ തൊട്ടു. ഈ സമ്പത്തുള്ളത് കൊണ്ടാണ് മക്കൾ ഈ പാർട്ടി നടത്തിയത്. സമ്പത്തിനെ തൊട്ടു, സമാധാനത്തെ തൊട്ടു, പിന്നെ തൊട്ടത് ജീവനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ 1 ശമൂവേലിൻ്റെ പുസ്തകം എടുത്തു നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാം ഏലി പുരോഹിതൻ അല്ലേ. ഏലി പുരോഹിതൻ തെറ്റ് ചെയ്തതായിട്ടൊന്നും നമ്മൾക്ക് കാണുന്നില്ല അല്ലേ. എന്നാൽ ഏലി പുരോഹിതൻ്റെ ജീവിതത്തിലെ മിസ്റ്റേക്ക് എന്തായിരുന്നു, മക്കൾ നല്ല ഒന്നാം തരം തെറ്റ് ചെയ്ത് പുരോഹിത വേഷത്തിൽ നിന്ന് അവരും ശുശ്രൂഷക്കാരാ അല്ലേ, മക്കളും ശുശ്രൂഷക്കാരാ, ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യുക. എന്നിട്ട് അവന്മാരെന്താണ്, ദൈവത്തിന് കൊടുക്കേണ്ടത് പോലും എടുത്ത് ഇവരെന്താണ് ഭക്ഷിക്കുക. അതുകൂടാതെ അവിടെ ആലയത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഏലി പുരോഹിതൻ്റെ മക്കൾ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. അപ്പോൾ അവരെ അടക്കുവാൻ, അല്ലെങ്കിൽ അവരെ ശാസിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ച് മാറ്റി നിർത്തുവാൻ
അപ്പനായ ഏലി തയ്യാറായില്ല. അതുകൊണ്ടാണ് ഏലിക്കും ഏലിയുടെ കുടുംബത്തിനും ദൈവം ശിക്ഷ വിധിക്കുവാനായിട്ട് ഇടയായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയായിരുന്നു. ഇയ്യോബ് എന്ത് ചെയ്തില്ല? മക്കൾ പാപം ചെയ്തു എന്ന് കരുതി അവർക്ക് വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്തു? പ്രായശ്ചിത്തമൊക്കെ ചെയ്തു. പക്ഷേ പുള്ളി എന്ത് ചെയ്തില്ല? അവരോട് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടി സൽക്കാരം വേണ്ട എന്ന് അവരെ വിലക്കുവാനായിട്ട് പുള്ളി തയ്യാറായില്ല എന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പറ്റിയ മിസ്റ്റേക്ക് അതാ. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ എന്തിനാ ഒരു നീതിമാനം. പലപ്പോഴും കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ക്വസ്റ്റിനെ അതായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഒരു നീതിമാനായ മനുഷ്യനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തതെന്നും ഞാനും ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും എനിക്കതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസമാണ് ഞാൻ ബൈബിളൊക്കെ വായിച്ചു പോയത്, പക്ഷേ അത് എനിക്കൊന്നും അങ്ങ് എൻ്റെ ഹൃദയത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ദൈവം വ്യക്തമായിട്ട് എനിക്കത് പഠിപ്പിച്ചു തന്നപ്പോഴാണ് എനിക്കതിനകത്തുനിന്ന് ഒരു ഉത്തരം എനിക്ക് കിട്ടുവാനായിട്ട് ഇടയായത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇയ്യോബിൻ്റെ ജീവിതത്തിലെ മിസ്റ്റേക്കുകൾ അതായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി അടുത്തത്, ഇതിലൂടെ നമ്മൾക്ക് ദൈവം തരുന്ന പാഠം എന്താണെന്ന് അറിയാം. അതിനുശേഷം നമ്മൾക്കറിയാം, കൂട്ടുകാരൊക്കെ വന്ന് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയും ഇയ്യോബിൻ്റെ കുറ്റങ്ങൾ എന്താണെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഇയ്യോബിൻ്റെ വർത്താനമൊക്കെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യഹോവ എന്ത് ചെയ്തു? സംസാരിക്കുവാനായിട്ട് വന്നു, അല്ലേ? യഹോവ സംസാരിക്കുവാനായിട്ട് വന്നപ്പോൾ ഇയ്യോബും കുറച്ചൊക്കെ കൊണ്ട് അങ്ങോട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇയ്യോബിൻ്റെ വായൊക്കെ അങ്ങ് അടക്കിപ്പിച്ച് ദൈവം ഓരോരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് ചോദിക്കുവാനായിട്ട് തുടങ്ങി, അല്ലേ? ദൈവം ആരാണെന്നുള്ളത് ഇയ്യോബിന് ദൈവം അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. ഇയ്യോബ് പറയുക, എൻ്റെ കർത്താവേ, അങ്ങയെക്കുറിച്ചൊരു കേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അറിയുകയാണ്, ഞാൻ ഞാൻ ഒന്നുമല്ലാത്തവനാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയെന്ന് ഇയ്യോബ് ദൈവസന്നിധിയിൽ അങ്ങ് താഴ്ത്തി കൊടുത്തു. ഇയ്യോബിനെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുവാനായിട്ട് ജോബ് ഇടയായപ്പോൾ എന്താ സംഭവിച്ചത്? ജോബ് പറഞ്ഞതുപോലെ, ജോബ് എന്നെ മനസ്സിലാക്കിയതുപോലെ അവൻ്റെ കൂട്ടുകാർ പോലും എന്നെ മനസ്സിലാക്കിയില്ല. അവരെന്നെക്കുറിച്ച് അത്രയും നന്നായിട്ട് സംസാരിച്ചില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആര് പ്രാർത്ഥിക്കണം? ജോബ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോബ് എന്താ ചെയ്തത്? ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലേ? അല്ലെങ്കിൽ ജോബിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല കർത്താവ്, ഇപ്പോഴല്ലേ അവന്മാരെല്ലാം കൂടി എന്നെ ഇരുന്നുകൊണ്ടിങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലത്തെ വർത്താനം പറഞ്ഞത് കേട്ടില്ലെന്നൊന്നും പറഞ്ഞ് യോബ് നിന്നില്ല. ജോബ് എന്താ ചെയ്തത്? ആ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എന്താ ചെയ്തത്? അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ വിടുവിച്ചു എന്ന് മാത്രമല്ല, ഈ ജോബിനെ നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം എന്താണ്? അതിൻ്റെ ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുവാനായിട്ട് ഇടയായി. മക്കളെ മടക്കി കൊടുത്തു, സമ്പത്ത് മടക്കി കൊടുത്തു, സൗന്ദര്യം മടക്കി കൊടുത്തു, ആരോഗ്യം മടക്കി കൊടുത്തു, എല്ലാം ഇയ്യോബിന് മടക്കി കൊടുത്തു. ഇനി അതുകൂടാതെ പണ്ടത്തെ ബഹുമാനം, നഷ്ടപ്പെട്ടു പോയ ബഹുമാനം മടക്കി കൊടുത്തു. എല്ലാം ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു, അല്ലേ? എന്ന് വെച്ചാൽ ധനവും ബഹുമാനവും എവിടെ നിന്ന് വരുന്നു? യഹോവയിൽ നിന്ന് വരുന്നു. ഓർക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറയും, അല്ലേ, പലപ്പോഴും നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ ലോകക്കാരെ നോക്കിയിട്ട് നമ്മൾ പറയും, അയ്യോ അംബാനി അദാനി അവരെയൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, അവർക്കൊക്കെ എന്തോരം സമ്പത്താണ്, അവർക്കൊക്കെ എന്തോരം കാര്യങ്ങളാണ് എന്നൊക്കെ പറയും. ഓർക്കുക, ഇപ്പോൾ എൻ്റെ ഒരു ചരിത്രം എടുത്താൽ, എൻ്റെ മുമ്പിലോട്ട് ഇപ്പോൾ അംബാനിയോ അദാനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ബഹുമാനം കൊടുക്കുമെന്നല്ലാതെ അവരുടെ പണത്തിനനുസരിച്ചുള്ള ബഹുമാനമൊന്നും ഞാൻ കൊടുക്കാൻ പോകത്തില്ല. കാരണം എന്താ? എനിക്കറിയാം, അല്ലേ? എന്തറിയാം? എനിക്കറിയാം, എത്ര സമ്പത്തുണ്ടെങ്കിലും ദൈവം കൊടുത്തതല്ല എങ്കിൽ അത് നഷ്ടമാകും. അതിനെ കഴിഞ്ഞ് വലിയൊരു സമ്പത്താണ് നിത്യത എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു ദൈവമില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്പോൾ ഓർക്കുക, നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലുള്ള സമ്പത്തുള്ളവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമുക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ ഓർക്കുക, അവർക്കൊക്കെ സമ്പത്തേ ഉള്ളൂ. ഈ ബഹുമാനം ആര് കൊടുക്കണം? ദൈവം കൊടുക്കണം. ഇനി ഇവരെയൊക്കെ ബഹുമാനിച്ച് നടക്കുന്നവരാരാന്നറിയാവും? ഒന്നുകിൽ അവരോട് അസൂയ പൂണ്ട് നടക്കുന്നവരും, എന്ന് വെച്ചാൽ ദൈവം കൊടുക്കുന്ന സമ്പത്തല്ല, അല്ലാതെയുള്ള സമ്പത്ത്, ഇങ്ങനെ അംബാനിനെയും അദാനിനെയൊക്കെ പോലെ സമ്പത്ത് ഉണ്ടാക്കിയേക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെയുള്ള ബഹുമാനം എങ്ങനെ കിട്ടുന്നതെന്നറിയാവും? അവരുടെ പണത്തെ മോഹിച്ച് അവർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കൊടുക്കുന്ന ബഹുമാനങ്ങളെ അവർക്ക് കിട്ടുന്നുള്ളൂ. ആത്മാർത്ഥതയുടെ ഒരൊറ്റ ഒരെണ്ണം അവരുടെ കുടുംബത്തിൽ പോലും കാണുവാൻ ചാൻസ് ഇല്ല. കാരണം ഈ അംബാനിയുടെയും അനിയൻ്റെയും കഥ എടുത്താൽ തന്നെ നമുക്കറിയാം, അല്ലേ? അവരുടെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ സ്വത്തിന് വേണ്ടിയിട്ട് അടികൂടിയ ടീമുകളാണ്. അപ്പോൾ ഇവരുടെ മക്കളും അങ്ങനെയൊക്കെ തന്നെ ആകാനേ ചാൻസ് ഉള്ളൂ. കാരണം അപ്പന്മാർ ചെയ്യുന്ന കണ്ടിട്ട് മക്കളും ഈ സ്വത്തിന് വേണ്ടിയിട്ട് അടികൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് തോന്നും, എത്ര സ്വത്തുണ്ടായിട്ടെന്താ, സമാധാനമില്ല എന്ന് നമ്മൾക്ക് തോന്നും, അല്ലേ? അപ്പോൾ അവിടെ ഒരു ബഹുമാനം അവർക്ക് വരുന്നുണ്ട്, ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ബഹുമാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ യഹോവയാം ദൈവം ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അവരോട് ഓട്ടോമാറ്റിക്കായിട്ടൊരു മനുഷ്യന് ബഹുമാനം തോന്നും. അതാ പറഞ്ഞത്, ഈ
എന്താ പറയുക, ധനവും ബഹുമാനവും യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ഇയ്യോബിനും കിട്ടിയത് എന്താണ്? ധനവും ബഹുമാനവും ഒക്കെ ദൈവം തന്നെ കൊടുത്തതാണ്. പക്ഷേ അത് വേണ്ടുന്നത് പോലെ ഉപയോഗിക്കാതിരുന്നപ്പോൾ കൊടുത്ത ദൈവം അതൊന്ന് തിരിച്ചെടുത്തു. എന്തിനാ തിരിച്ചെടുത്തത്? ഇതാണ് ദൂത് കേട്ടോ, ഇതാണ് ദൂത്. എന്തിനാ തിരിച്ചെടുത്തത്? ഇയ്യോബിനെ ഒന്ന് പഠിപ്പിക്കാൻ. അല്ലാതെ സാത്താൻ, ഈ പൊട്ട സാത്താൻ ചെന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് അവൻ ദൃഷ്ടി വെച്ചതിൻ്റെ കണക്കൊന്നുമല്ല. ഇവൻ ദൃഷ്ടി വെച്ച് വേറൊരാളുടെ അടുത്തും ചെന്നായിരുന്നു അല്ലേ? നമ്മുടെ ജോഷുവയെ കുറ്റം വിധിക്കാൻ ഇതേ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? സാത്താനെ ബത്സിച്ചു, നീ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? അവനെ ചെളി പറ്റിയ വസ്ത്രം മാറ്റി നല്ല വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ദൈവം ഈ സാത്താന് വില കൊടുത്തതൊന്നും അല്ല കേട്ടോ, സാത്താൻ്റെ വാക്കിന് വില കൊടുത്തതും അല്ല. സാത്താനും എന്താ പറയുക, ദൈവവും ദൈവത്തിൻ്റെ മക്കളുമായിട്ടുള്ള ഇടപാടിൽ സാത്താൻ ഒരു റോളുമില്ല കേട്ടോ. അത് അപ്പനും മക്കളും തമ്മിലുള്ള, ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പനും മക്കളും തമ്മിലുള്ള കാര്യത്തിനകത്ത് സാത്താൻ ഒരു റോളുമില്ല. ഇവൻ പലതും പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇതിൻ്റെ എല്ലാം അനുവാദം ആര് കൊടുക്കണം? ദൈവം കൊടുക്കണം. എന്നാലേ ഇവൻ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇത് അനുവദിച്ചതെന്നറിയാമോ? ഇയ്യോബിനെ ഒന്ന് ദൈവത്തിന് പെർഫെക്റ്റ് ആക്കണമായിരുന്നു. ഇയ്യോബിനെ ദൈവത്തിനൊന്ന് പഠിപ്പിക്കണമായിരുന്നു. ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും ഇയ്യോബിനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഓർക്കുക, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, പിന്നെ എന്താണ്, യഹോവ ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. എന്നാൽ ഇവൻ നീതിമാനായിരുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടായിരുന്നു? ജോബിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ജോബിനെ എന്താക്കണമായിരുന്നു? നീതിമാനാക്കണമായിരുന്നു. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? ദൈവത്തിൻ്റെ ഒരു നീതിമാൻ എന്നുള്ളൊരു പരിഗണന നമ്മൾക്ക് കിട്ടണം. അപ്പോഴേ വിശ്വാസത്തിലൊരു നല്ലൊരു ആത്മീയ ജീവിതം നമ്മൾക്ക് നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ആ ജോബിനെ, അവൻ്റെ ആ ജീവിതത്തിൻ്റെ കുറവുകളെയൊക്കെ ഒന്ന് മാറ്റി, അവൻ്റെ അഹങ്കാരത്തെ ഒന്ന് മാറ്റി, ദൈവം ആരാണെന്ന് അവനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്ത് അവനെ എന്താണ്, ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നീതിമാനായ ഒരു മനുഷ്യനായിട്ട് ദൈവം ആരെ മാറ്റിയെടുത്തു? ഇയ്യോബിനെ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾ മുഴുവൻ കടന്നു വരുവാൻ ദൈവം അനുവാദം കൊടുത്തത്. ഓർക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും ഉപവസിച്ചു, എന്തുകൊണ്ടാണ് കർത്താവെ എനിക്കൊരു വിടുതലില്ലാത്തത് എന്ന് നമ്മൾ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് എന്തുകൊണ്ടാണ്? ചിലതൊക്കെ ദൈവത്തിന് നമ്മളെ ഒന്ന് പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ഒരു പെർഫെക്റ്റായിട്ട് നമ്മളെ മാറ്റിയെടുക്കുവാൻ, നീതിയുള്ളവരാക്കി നമ്മളെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് നമ്മളെ ഒന്ന് പഠിപ്പിക്കണം. നമ്മളിലുള്ള അഹങ്കാരത്തെ, നമ്മളിലുള്ള വലിയ ഭാവത്തെയൊക്കെ ഒന്ന് എടുത്തു മാറ്റണം. ഓർക്കുക, മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. അവരുടെ ദൂതന്മാർ ആരുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുക? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയ്യോബിന് പറ്റ അല്ലേ? ഇയ്യോബ് എന്താണ് 30-ാം അധ്യായത്തിന്, ജോബിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിനകത്ത് ജോബ് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ കുറച്ച് കാണുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ജോബിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും അല്ലേ, മറ്റുള്ളവരെ കുറച്ച് കാണുന്നൊരു സ്വഭാവം, അഹങ്കാരം, ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ എന്താണ്, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം, ദൈവത്തിനെ കഴിഞ്ഞും എനിക്ക് അറിവുണ്ടെന്നുള്ളൊരു ഭാവം, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. എന്നാലും കുറേയെങ്കിലുമൊക്കെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനൊക്കെയുള്ള ഒരവസരമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് താന്നു കൊടുക്കുവാൻ നമ്മൾ ഇടയായാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് തടയപ്പെട്ടതിൻ്റെയൊക്കെ ഡബിൾ തന്ന് നമ്മളെ മാനിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിലും ഞാനിത് വായിച്ചപ്പോൾ അതാ ഞാൻ പറഞ്ഞു, എന്നോടും തന്നെ സംസാരിച്ചതും. ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലൊരു കല്യാണത്തിന് പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് തൊലി ഉരിയുന്നത് പോലെയുള്ള അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ കണ്ടിട്ട് ചോദിക്കുകയാണ്, അയ്യോ ഇതെന്താ ഇങ്ങനെയായിപ്പോയി. ഈ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇത്രയും ഇതിനകത്ത് കാണുന്ന അത്രയും അഴകൊന്നുമില്ല, ഈ കളർ മാത്രമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നാട്ടുകാർക്കറിയാം ഞാൻ വിശ്വാസത്തിലൊക്കെ വരുന്നതിന് മുൻപേ ഭയങ്കര സുന്ദരിയായിരുന്നു, ആ നാട്ടിലുള്ള ഭയങ്കര സുന്ദരിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല, ആ നാട്ടിലുള്ള എല്ലാവരും പറയുന്ന അതിൻ്റെ അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താ പറ്റിപ്പോയത്, ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെലിഞ്ഞൊക്കെ പോയി. അപ്പോൾ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ
പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ അങ്ങ് വിഷമവും ദേഷ്യവും ഒക്കെ കൂടെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങയുടെ നാമമാണല്ലോ ഇവിടെ അശുദ്ധമാകുന്നതും എന്ന് വെച്ചാൽ എൻ്റെ ഈ കോലം കണ്ടു കഴിയുമ്പോൾ ഒരെണ്ണം പോലും വിശ്വാസത്തിലോട്ട് വരത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ എന്നെ അലട്ടുവാനായിട്ടിടയായി. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ വിഷമം ഇന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ മറ്റൊരാളോട് സുവിശേഷമൊക്കെ പറയുമ്പോൾ അവരാദ്യം നോക്കുന്നത് നമ്മളുടെ ലൈഫാണ് നോക്കുന്നത് അല്ലേ. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം ആദ്യം നോക്കുന്നത് ഈ പറയുന്ന നിന്നെ ദൈവം അനുഗ്രഹിച്ചോ എന്ന് നോക്കും അല്ലേ. നമ്മുടെ എല്ലാം അവർ നോക്കും, ഹെൽത്ത് വെൽത്ത് എല്ലാം അവർ നോക്കും. അപ്പോൾ ഇവിടെയൊക്കെ കുറവ് കണ്ടു കഴിഞ്ഞാൽ അവരെന്താണ്, അവർക്ക് നമ്മളോട് ഒരു പുച്ഛഭാവേ തോന്നത്തുള്ളൂ. നമ്മൾക്ക് സുവിശേഷം പോലും പറയുവാനായിട്ട് അവിടെ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞതല്ലേ, തൊലി ഉരിഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എനിക്കങ്ങ് വിഷമമായിരുന്നു. അപ്പം ഇന്ന് ഈ പുസ്തകത്തിലൂടെ ഞാൻ ഞാനിങ്ങനെ ഇന്ന് സംസാരിക്കാൻ പ്രിപ്പയർ ചെയ്തപ്പോഴാണ് ദൈവം എന്നോട് തന്നെ സംസാരിക്കുവാനായിട്ട് ഇടയായി. യോബിൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നതാണ്. എനിക്കും വലിയ ഇതായിരുന്നു, ഭയങ്കര അറിവുണ്ടെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഒന്ന്, ഇനി രണ്ടാമത്തത് ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. മൂന്നാമത്തത് എനിക്ക് മറ്റുള്ളവരോട് പുച്ഛഭാവം എന്ന് വെച്ചാൽ എന്നെ കഴിഞ്ഞ് താഴ്ന്ന ആൾക്കാരെ, കളർ കുറഞ്ഞവരെ കാണുമ്പോൾ, സൗന്ദര്യം കുറഞ്ഞവരെ കാണുമ്പോൾ, പണം കുറഞ്ഞവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛഭാവം ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് ജ്ഞാനായ കത്തോലിക്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര പ്രിവിലേജ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ദൈവം എന്താ ചെയ്തത്? അപ്പോൾ എൻ്റെ ഒരു സാക്ഷിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് വിട്ടിരുന്നു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം എന്നെ ആദ്യം ഇരുത്തിയതൊരു 40 ദിവസത്തെ ഫുൾ ഫാസ്റ്റിങ്ങാണ്. അതിൻ്റെ 37ാമത്തെ ദിവസമാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പോൾ ഈ 40 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ഇരുന്നപ്പോഴേ എന്തായി, എൻ്റെ ആ ഒരു തടിയൊക്കെ അങ്ങ് കുറഞ്ഞു. അപ്പോൾ ഈ തടിയൊക്കെ നമ്മൾക്ക് തടി ഉണ്ടായിരുന്ന ഒരാൾക്ക് തടി അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ മുഖം കവളൊക്കെ അങ്ങ് ഒട്ടും, കൈകളുടെയൊക്കെ സൗന്ദര്യം പോകും, കാലിൻ്റെ സൗന്ദര്യമൊക്കെ അങ്ങ് പോകും അല്ലേ. അപ്പോൾ ഇതൊക്കെ അങ്ങ് പോയി. അപ്പം എനിക്ക് എൻ്റെ സൗന്ദര്യം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവിടെ ആദ്യം തന്നെ ഉടഞ്ഞു. പിന്നെ ദൈവം എന്നെ ഒരുപാട് 21, 40 ഒക്കെ ഒരുപാട് എന്നെ ഇരുത്തിയിട്ടുണ്ട്. അതിന് ഇത് മാത്രമല്ല, കാരണം ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇരുത്തി. പിന്നെ ദൈവം, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫ് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ച ആളല്ലായിരുന്നു. കാരണം എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ട് അല്ലേ. ഓരോ പെന്തക്കോസ്തുകാരനെ എടുത്ത് നോക്കിയാലും, ഓരോ വിശ്വാസിനെ എടുത്ത് നോക്കിയാലും അവർക്കൊക്കെ പറയാനുള്ള ചരിത്രം എന്താണെന്നറിയാം. ഒരു 99% ആൾക്കാർക്കും പറയാനുള്ളത് എന്താ, ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ദൈവം എല്ലാം തന്നു എന്നല്ലേ പറയുന്നത്. എൻ്റെത് നേരെ തിരിച്ച. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, ദൈവം എന്നെ 0 ആക്കിയിട്ട് പിന്നെ ഇപ്പം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. താന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ വിശ്വാസത്തിൽ വന്ന ആദ്യകാലങ്ങളിൽ ദൈവം എന്നെ 0 ആക്കി കളഞ്ഞു. എന്നിട്ട് പിന്നെ ദൈവം അവിടെ നിന്ന് എന്നെ എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. അതെന്തിനായിരുന്നു? എൻ്റെ ജീവിതത്തിലെ അഹങ്കാരം മാറ്റണമായിരുന്നു, ഞാനെന്ന ഭാവത്തെ മാറ്റണമായിരുന്നു, വലിയ അറിവുണ്ടെന്നുള്ള എൻ്റെ ഭാവത്തെ ഒക്കെ ദൈവത്തിന് എന്ത് ചെയ്യണമായിരുന്നു? എടുത്തു മാറ്റണമായിരുന്നു. മറ്റുള്ളവരെ പുച്ഛിക്കുന്നൊരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം എന്നിൽ നിന്നും അങ്ങ് എടുത്തു മാറ്റുവാനായിട്ട് ദൈവം ഇടയായി. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾക്ക് അഹങ്കാരത്തിൻ്റെതൊന്നും നമ്മളുടെ ജീവിതത്തിൽ ഇല്ല. എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനാണ്? ഒന്നും അഹങ്കരിക്കാനല്ല. ദൈവം പഠിപ്പിച്ചു തന്നു അല്ലേ. നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നിത്യതയില്ല എങ്കിൽ, അല്ലെങ്കിൽ ആയുസ്സില്ല എങ്കിൽ അഹങ്കരിക്കാനാണ്? ഒന്നും അഹങ്കരിക്കാനില്ല. ദൈവം അതൊക്കെ പഠിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്തിനാ ദൈവം നമ്മളെ പെർഫെക്റ്റ് ആക്കാനാണ്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. ദൈവത്തിൻ്റെ ആ ഒരു കറക്റ്റ് വേയിൽ നമ്മൾ വരണം. എന്നാൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ ജീവിതത്തിലെ കുറവുകൾ വെച്ചുകൊണ്ട് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ പറ്റത്തില്ല. അല്പസ്വല്പ അനുഗ്രഹങ്ങളൊക്കെ തരും, അത് ഒരുപാട് നമ്മൾക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മളെ ദൈവം പണിയുന്നത് എന്തിനാണെന്നറിയാമോ? ഏറ്റവും വില കൂടിയൊരു മുത്താക്കി നമ്മളെ മാറ്റാനാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ കുറച്ച് വില കൊടുക്കേണ്ടി വരും. ഈ സ്വർണം അങ്ങനെയാണ്, അത് പുറത്തോട്ട് വരുന്നത് എങ്ങനെയാണ്? അതിനൊത്തിരി തീച്ചൂളയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ തീച്ചൂളയുടെ അനുഭവങ്ങളിൽ നിന്ന് അത് എങ്ങോട്ട് വരത്തുള്ളൂ? അത് നല്ല പൊന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ശോധനകൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ദാരിദ്ര്യങ്ങൾ എന്ന് വേണ്ട സകലതും നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുവാനാണ്. ദൈവത്തിന് അല്ലാത്തവരെ ദൈവം ഒന്നും അങ്ങ് വിടത്തേ ഉള്ളൂ കേട്ടോ. അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തങ്ങ് വിടത്തേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ചിലരെ നോക്കിയിട്ടൊക്കെ പറയാറില്ലേ, അവർക്കൊന്നും ഒരു വിഷയവും ഇല്ലെന്നേ എന്ന് പറയാറില്ലേ.
അവരെക്കുറിച്ചുള്ള പദ്ധതി അല്ല നിന്നെക്കുറിച്ചുള്ള പദ്ധതി, അത് കുറച്ച് ഡിഫറെൻറ്റാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് പദ്ധതി കൂടുതലുള്ളതിന് ദൈവം ഇങ്ങനെ ഒരുക്കി ഇങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെന്തിനാ? നമ്മളെ പെർഫെക്റ്റ് ആക്കി മാറ്റാനാണ്, നീതിമാന്മാരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവമേ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് പുറത്തു വരുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ അല്ലേ, പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് അല്ലേ. നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മളെ തന്നെ അങ്ങ് നീതീകരിക്കും അല്ലേ. നമ്മൾ വിചാരിക്കും, ഓ കർത്താവ്, ഇത്രയും കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കഷ്ടം അനുഭവിക്കേണ്ട തെറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും അല്ലേ, നമ്മൾ പലപ്പോഴും പറയും. എന്നാൽ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവസാനം കുറിക്കുക, ഒരു ക്വസ്റ്റ്യൻസിന് ദൈവത്തോട് ചോദിക്കട്ടെ. കാരണം അവിടുന്ന് പെർഫെക്റ്റ് ആണ്. ദൈവം പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ദൈവത്തിന് തെറ്റു പറ്റത്തില്ല. ആ ഒരു മനോഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, യോബിനെ പോലെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഇരട്ടി മടക്കി തന്നും നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനിയും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ. എന്താണ്? ദൈവം തന്ന സമ്പത്ത് അത് ദൈവത്തിൻ്റെ ആ ഒരു കൃപയ്ക്കനുസരിച്ച് മാത്രം അത് ചെലവഴിക്കുവാനായിട്ട് തയ്യാറാകുക. ഒന്നും. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് മറ്റുള്ളവരെ പുച്ഛിക്കുന്നത്, നമ്മളെ കഴിഞ്ഞ് ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരെ എണ്ണുവാനുള്ളൊരു മനോഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ്? നമ്മളെ തന്നെ നീതീകരിക്കുന്നവരാകരുത്. കാരണം നമ്മളെ നീതീകരിക്കുന്നവൻ ദൈവം മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ചില വിടുതലുകൾ വേഗത്തിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയാകും. ദൈവം നഷ്ടപ്പെട്ടു പോയ ചില അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ, അത് ഹെൽത്ത് ആകട്ടെ, വെൽത്ത് ആകട്ടെ, എന്തുമാകട്ടെ, നിന്റെ ആരോഗ്യമാകാം, നിന്റെ സൗന്ദര്യമാകാം, നിന്റെ സമ്പത്താകാം, നിന്റെ മാന്യതയാകാം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളാകാം, എന്തുമാകട്ടെ, അതിനെ ഡബിളായിട്ട് മടക്കി തരുവാൻ ഈ ദൈവം ശക്തനാണ്. ഇത്രയും ചെയ്താൽ മതി. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ താഴ്ത്തി കൊടുക്കുക. രണ്ടാമത് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക. അതിനെന്താ ചെയ്യേണ്ടത്? വചനം വായിക്കണം. രണ്ടാമത്തത് എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങേ അറിയേണ്ടതുപോലെ അറിയുവാൻ എൻ്റെ ഉൾക്കണ്ണെന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.